IPR, അതുപോലെ തന്നെ IPR വരുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് സീക്രട്ട്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then moving on our last module, that is module 5. സ്ക്രീൻ കാണാലോ? Yes, sir. Okay. So moving on, next module, that is global ethics. എന്നാണ് ഈ മൊഡ്യൂളിന്റെ ജനറൽ നെയിം, ഗ്ലോബൽ എത്തിക്കൽ ഇഷ്യൂസ്. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് പ്രൊഫഷണൽ എത്തിക്സിനകത്തുള്ള പ്രധാനപ്പെട്ട ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത് പഠിച്ചു. സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്താണെന്നുള്ളതും എഞ്ചിനീയറിംഗ് എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ പഠിച്ചു. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് നമ്മൾ കൂടുതലും പഠിച്ചത് എന്താണ്, എഞ്ചിനീയറിംഗ് എത്തിക്സിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വേർഷൻസ് ആണ്. അതിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ദെൻ മൂവിങ് ഓൺ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് ഗ്ലോബൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ എത്തിക്കൽ ഇഷ്യൂസ്. നമ്മളൊരു വേൾഡ് വൈഡ് ആയിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസ് ഉള്ളത്, എവിടെയൊക്കെയാണ് എത്തിക്സ് പ്രോബ്ലംസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൽ നമുക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ പറ്റുന്നത് തുടങ്ങിയ ഒരു വേൾഡ് വൈഡ് ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഇവിടെ ബുള്ളറ്റിൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ MNC, മൾട്ടിനാഷണൽ കമ്പനികളെ നമ്മൾ MNCs എന്നാ പറയാം. MNC, ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ്. സോ എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് എന്ന് വെച്ചാൽ അവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ത്, അവരെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ത്, അതേപോലെ എൻവയോൺമെന്റൽ എത്തിക്സ്, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെടുന്ന എത്തിക്കൽ ഇഷ്യൂസ്. ദെൻ ബിസിനസ് എത്തിക്സ്, ബിസിനസ്സിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസ്. ദെൻ കമ്പ്യൂട്ടർ എത്തിക്സ്. Then engineers as managers, consulting engineers, engineers as expert witnesses and advisors, then moral leadership. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് 4 ടോപ്പിക് പ്യൂർലി എഞ്ചിനീയറിംഗ് എത്തിക്സുമായിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ എത്തിക്കൽ ഇഷ്യൂസ് ആണ്. ഓരോ മേഖലയിലുള്ള എത്തിക്കൽ ഇഷ്യൂസ് ആണ് നമ്മൾ ഫസ്റ്റ്. കുറച്ച് റെസ്പോൺസിബിലിറ്റി, എങ്ങനെയാണ് ഒരു എഞ്ചിനീയേഴ്സ് ഒരു മാനേജർ ആയിട്ട്, ആസ് മാനേജേഴ്സ് എന്ന് വെച്ചാൽ ഈ എത്തിക്കൽ ഇഷ്യൂസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് മാനേജർ ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് 5th പോയിന്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങളിൽ പഠിക്കാനുണ്ട്. സോ മൂവിങ് ഓൺ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു ടേം നമുക്ക് ഫെമിലിയർ ആണ്. വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? അങ്ങനെ വെച്ചാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായ കൺസെപ്റ്റ് എന്താ? നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മീനിങ് എന്താണ്? ഹലോ, മലയാളത്തില് അതിന്റെ വേർഡ് മീനിങ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം എന്നാ. എന്താ ആഗോളവൽക്കരണം? ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, എന്താണ് ഗ്ലോബലൈസേഷൻ? അങ്ങനെ വെച്ചാൽ എന്താ ആഗോളവൽക്കരണം? അവിടെ കൺട്രീസ് തമ്മിൽ പറഞ്ഞോ, അതന്നെ കറക്റ്റ് ആണ്. പറഞ്ഞു വരുന്ന ഏതാണ്ട് കൺസെപ്റ്റ് അത് തന്നെയാണ്. പറഞ്ഞോ. തമ്മിൽ പരസ്പരം ഒത്തുചേർന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഓരോ രാജ്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഒരുപാട് രാജ്യങ്ങൾ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് അവരൊക്കെ കൂടി ചേർന്നിട്ട് പല കാര്യങ്ങളിലും ഒരുമിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനാണ്. അതായത് ഇവിടെ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ഗ്ലോബലൈസേഷൻ മീൻസ് ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ത്രൂ കൊമേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ പല കാര്യങ്ങളിലും പല രാജ്യങ്ങളും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, കൂടിച്ചേരുന്നതിനെയാണ് ഗ്ലോബലൈസേഷൻ. ഒരുപാട് രാജ്യങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു ക്ലബ്ഡ് പാർട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അവരുടെ ഒരു അസോസിയേഷൻ എന്നൊക്കെ വേണേൽ പറയാം. സോ എന്തിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഫോർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആവാം. അതായത് ഒരു രാജ്യം കണ്ടുപിടിച്ച ടെക്നോളജി വേറൊരു രാജ്യത്തിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അതേപോലെ ഒരു രാജ്യവും മറ്റു രാജ്യവും കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ട്രാൻസ്ഫറുകൾ, സാമ്പത്തികമായിട്ടുള്ള പല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായങ്ങൾ,
അതേപോലെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചുകൾ, അതേപോലെ കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ, ഇതൊക്കെ നടത്തിയിട്ട് ഒരു വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കളക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഫോർ കൊമേഴ്ഷ്യൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ. ദിസ് ഈസ് കോൾഡ് ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ പല ആസ്പെക്റ്റിൽ കൂടിച്ചേരുന്നതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പല രീതിയിലുള്ള കാര്യങ്ങൾക്കാവാം. ചിലപ്പോൾ ടെക്നോളജിക്കൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ് ആവാം, ഇന്റഗ്രേഷൻ ആവാം. അതല്ലെങ്കിൽ ഇതേപോലെ എക്കണോമിക് ട്രാൻസ്ഫറിനാവാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിങ്ങിനാവാം. സോ എന്തോ ആവട്ടെ, ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയല്ലേ ഗ്ലോബൽ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിന് നല്ല വില ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രാജ്യാന്തരമായിട്ട് നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള 1-2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റഗ്രേഷൻ, അവരുടെ ഇടയിൽ നല്ല രീതിയിൽ മാർക്കറ്റബിൾ ആണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സോ in a way it includes acting together and interacting economic through trade, investment, loan, development scheme and capital across countries. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ടിലധികമോ രാജ്യങ്ങളുടെ ഇന്റഗ്രേഷൻ, അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? ഒരു ഇന്ററാക്ടിങ് എക്കണോമിക്, അത് ടുഗദർ ആൻഡ് ഇന്ററാക്ടിങ് എക്കണോമീസ് ത്രൂ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്. 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ധാരണ പ്രകാരം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്കണോമിക്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ലോൺ അടിസ്ഥാനം, നമ്മളിപ്പം കേൾക്കാറുണ്ട്, പിന്നെ നമ്മൾ ഇന്ത്യ വേറൊരു രാജ്യത്തിൽ നിന്നും കടം എടുത്തു, അതേപോലെ ഇന്ത്യ വേറെ ആൾക്ക് കടം കൊടുത്തു എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഈ ഒരു ഗ്ലോബൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെയും ഫണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, എക്കണോമിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതേപോലെ ക്യാപിറ്റൽസ്, ഇതേപോലെ ഡെവലപ്മെന്റ് സ്കീംസ്, ഇതൊക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിനാണ് particularly globalization എന്ന് പറയുന്നത്. So this interdependence has increased the complex tension and ruptures among the nations. അപ്പൊ ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആവുകയും ഇതേപോലെ രീതിയിലുള്ള പല ട്രാൻസ്ഫർ ഒക്കെ നടക്കുമ്പോൾ ശരിക്കും രാജ്യങ്ങൾ തമ്മിലുള്ള എന്താ പറയാ പ്രശ്നങ്ങളും കൂടി കൂടുകയാണ് അവിടെ. ഇപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം കടമെടുത്തു കഴിഞ്ഞ് അപ്പോൾ അത് നമ്മൾ തിരിച്ചടക്കാത്ത ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 രാജ്യക്കാർ തമ്മിലുള്ള നല്ല ബന്ധം അതോടുകൂടി തകരും. അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും രാജ്യങ്ങൾ തമ്മിൽ പല യുദ്ധങ്ങളും തുടങ്ങിയത് തന്നെ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പല പരസ്പര സഹായങ്ങളും പരസ്പര ധാരണകളും തെറ്റുമ്പോഴാണ് പല മിസ്ലീഡ് ചെയ്തിട്ട് മറ്റ് രീതിയിലേക്കൊക്കെ പോകുന്നത്. സോ ഇങ്ങനെ ഇന്റർഡിപെൻഡൻസ് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള ടെക്നോളജി ട്രാൻസ്ഫറും അതേപോലെ ഇൻഫർമേഷൻ ഷെയറിംഗ് ഒക്കെ നടക്കുന്നു. ബട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ this interdependence has increased the complex tensions and ruptures among the nations. Then for the engineers, the issues such as multinational organization, computer and internet functions, military development and environmental ethics have assumed greater importance for their very sustenance and progress. അപ്പോൾ ഫോർ ആൻ എഞ്ചിനീയർ നമ്മൾ എന്തിനാണ് ഇതിലെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഗ്ലോബലൈസേഷനെ പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതേപോലെ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടി ജോലി ചെയ്യും എന്നൊന്നും അല്ലല്ലോ, നമുക്ക് എവിടെയും ജോലി ചെയ്യണം. എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു, ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷൻ എവിടെയാണോ അവിടെ നമ്മൾ ജോലി ചെയ്യണം. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ പ്ലാറ്റ്ഫോമിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അത് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ ടേമിൽ നോക്കുകയാണെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള MNC-കളാണ്, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങളിൽ ബ്രാഞ്ച് ഉള്ള കമ്പനികളെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയാം. ഒരു രാജ്യത്തിൽ മാത്രമാണെങ്കിൽ അത് മൾട്ടി ആവുന്നില്ലല്ലോ. സോ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഈ MNC എന്ന് പറയുന്നത്, ഒരുപാട് രാജ്യങ്ങളിൽ ബ്രാഞ്ച് ഉണ്ടാവുന്ന കമ്പനികൾ. സോ ഇങ്ങനെയുള്ള MNC-യിൽ ഇഷ്യൂസ് ഉണ്ടാവാം. അതേപോലെ കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ എത്തിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇന്റർനെറ്റ് ഷെയറിംഗിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ മിലിറ്ററി ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ എത്തിക്സ് ഹാവ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഫോർ ദർ വെരി സസ്റ്റനൻസ് ആൻഡ് പ്രോഗ്രസ്. സോ ഫോർ ആൻ എഞ്ചിനീയർ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ എത്തിക്കൽ ഇഷ്യൂസ് ചിലപ്പോൾ വന്നേക്കാം നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട്. അത് മേ ബി ഫ്രം മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ് ഓർ ഫ്രം കമ്പ്യൂട്ടർ വേൾഡ് ഓർ ഇന്റർനെറ്റ് വേൾഡ് ഓർ ഫ്രം മിലിറ്ററി ഡെവലപ്മെന്റ് സൈഡ്. ഇതിനെ നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ നിലനിൽപ്പും നമ്മളുടെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നത്. സോ ഗ്ലോബലൈസേഷൻ ഈസ് എ ടേം യൂസ് ഫോർ
depicting integration of countries through commerce or through transfer of technology or information sharing or information and cultural sharing. Okay, so നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ നമ്മുടെ മൊഡ്യൂളിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ദാറ്റ് ഈസ് MNCസിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് MNC? MNCയിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അങ്ങനെ ഒരു MNC രൂപീകരിക്കുന്നതിനെ കൊണ്ട് അല്ലെ അവർ ഫംഗ്ഷനിങ് നടത്തുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതേപോലെ അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ്, ഓരോ രാജ്യത്തിനും വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് എത്തിക്കൽ പ്രോബ്ലംസ് വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനുള്ളത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് പറഞ്ഞത്. സോ മൂവിംഗ് ഓൺ, ഫസ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓർ MNC. Multinational corporations are known as MNCs. Organizations who have established business in more than one country are called multinational corporations. So മൾട്ടി എന്ന് പറയാൻ നമുക്കറിയാം, ഒന്നിലധികം വരുമ്പോഴാണ് നമ്മൾ മൾട്ടി നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന കമ്പനികളെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് നമ്മൾ പറയുന്നത്. സോ വാട്ട് ഈസ് അല്ലെങ്കിൽ ഡിഫൈൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ MNC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കമ്പനീസ് ഓർ ഓർഗനൈസേഷൻ ഹു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഇൻ മോർ ദാൻ വൺ കൺട്രി ആർ കോൾഡ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. സോ ദ ഹെഡ്ക്വാർട്ടേഴ്സ് ആർ ഇൻ ദ ഹോം കൺട്രി ആൻഡ് ദ ബിസിനസ് ഈസ് എക്സ്റ്റെൻഡഡ് ഇൻ മെനി ഹോസ്റ്റ് കൺട്രീസ്. അപ്പോൾ ഒരു MNCക്ക് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു MNC ആണെങ്കിൽ ഇന്ത്യയാണ് അവരുടെ ഹോം കൺട്രി, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിലാണ്. അതിന് പുറമെ അവർ മറ്റു രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും അഫ്ഗാനിലും പിന്നെ അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലും ഇതേ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളെ നമ്മൾ ഹോസ്റ്റ് കൺട്രീസ് എന്ന് പറയും. സോ ഹോം കൺട്രി അല്ലെങ്കിൽ നമ്മളെ പിന്നെ മദർ കൺട്രി അല്ലെങ്കിൽ മദർ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്തായിരിക്കും. ബാക്കിയുള്ള രാജ്യങ്ങളെ നമ്മൾ ഹോസ്റ്റ് കൺട്രി എന്താ പറയുക. സോ ഹോം കൺട്രി അവിടെ ആയിരിക്കും നമ്മളെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതേപോലെ മറ്റ് രാജ്യങ്ങളെ ബ്രാഞ്ച് ഉള്ള രാജ്യങ്ങളെ നമ്മൾ ഹോസ്റ്റ് കൺട്രീസ് എന്നും പറയും. So the Western organization doing business in the less economically developed countries and gain the advantage of inexpensive labor, availability of natural resources and virgin market for the product. ഇപ്പോൾ കുറച്ച് വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ അവർ MNCs സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എക്കണോമിക്കലി ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിൽ അവർ പോയിട്ട് MNCs സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലും, അതായത് എക്കണോമിക്കലി വെൽ ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളിൽ ഇതേപോലെ അവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് അതിനെ കൊണ്ട് അവർക്ക് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ ഡെവലപ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ വളരെ പിന്നെ ചീപ്പ് റേറ്റിൽ ലേബേഴ്സിനെയും അതുപോലെ തന്നെ അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് പരമാവധി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വെസ്റ്റേൺ ഓർഗനൈസേഷൻസ് ഒക്കെ പൊതുവെ ചെയ്യുന്നത് ലെസ് ഡെവലപ്ഡ് ഏരിയ അല്ലെ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ MNCs സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ദ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ഓൾസോ benefited by fresh job opportunities, jobs with a higher remuneration and challenges, transfer of technology and several social benefits by the wealth developed. ശരിക്കും ഈ MNC സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജും കൂടിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ പുറത്തുനിന്ന് അമേരിക്കയിലുള്ള ഒരു കമ്പനി വന്നിട്ട് ഇന്ത്യയിൽ അവരുടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നു. അപ്പൊ നമ്മൾ അതിനെ MNC എന്ന് പറയും. അതായത് അമേരിക്ക അവരുടെ ഹോം കൺട്രിയും അല്ലെങ്കിൽ ഹോം ഓർഗനൈസേഷൻ അമേരിക്കയിലും ഹോസ്റ്റ് കൺട്രി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ അവരൊരു ഒരു MNC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ അമേരിക്ക ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ടെക്നോളജിക്കൽ അപ്ഡേഷൻസും ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഒക്കെ അവർ ഇന്ത്യയിലെ കമ്പനിയിലും അവർ പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ ആക്ച്വലി നമുക്ക് അവിടെ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫറിങ്ങും അതുപോലെ തന്നെ നമ്മളൊരു ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഹോസ്റ്റ് കൺട്രിക്ക് ഒരുപാട് നല്ല രീതിയിൽ ഒരു വെൽത്ത് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ബെനിഫിറ്റ് ആയി മാറും. സോ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രിയിൽ MNC സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നേരെ മറിച്ച് കുറച്ച് ഡെവലപ്പിംഗ് കൺട്രീസിലും MNCs സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ ഉള്ളവരുടെ റെമ്യൂണറേഷനും അവർക്ക് നല്ല റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്ത് അവരുടെ നല്ല ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഒക്കെ നടത്തിയിട്ട് ഒരു വെൽത്ത് ഡെവലപ്മെന്റും ചില MNCs ചെയ്യാറുണ്ട്. But this happens invariably with some social and cultural disturbance, loss of jobs for the home country, loss of exploitation of natural resources, political instability for the host countries are some of the threats of globalization. ഇങ്ങനെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് MNC വരുന്നതിനെ കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ MNC സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ചില ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അമേരിക്കയിലുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അവരുടെ പോളിസി എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ആൾക്കാരെ തന്നെ വെച്ചിട്ടായിരിക്കും ഇന്ത്യയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നില്ല. പിന്നെ ഇവിടെ കമ്പനി തുടങ്ങിയതോടുകൂടി സിമിലർ ആയിട്ട് ഇന്ത്യയിൽ മുമ്പേ ഉണ്ടായിരുന്ന ചില കമ്പനികൾക്ക്
അവരുടെ പണിയെ പോയിട്ടുണ്ടാവും, അവിടെയുള്ള എംപ്ലോയീസിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഇവർ ഇന്ത്യയിൽ വന്നു, ഇന്ത്യയുടെ റിസോഴ്സ് പരമാവധി അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ ഉപകാരവും ചെയ്യുന്നില്ല, നമ്മുടെ റിസോഴ്സ് ഒക്കെ അവർ ഉപയോഗിക്കുകയും ചെയ്തു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതേപോലെ ഇവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചിലപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വരെ നഷ്ടപ്പെട്ടു പോകാം. സോ ഹോസ്റ്റ് കൺട്രിക്ക് ഒരേ സമയം ഉപകാരവും ഉപദ്രവവുമാണ് MNCs. സോ എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഈ ആഗോളവൽക്കരണത്തിന്റെ ഒരു റിസൾട്ട് ആണ് ആക്ച്വലി MNC. ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർ കണക്ഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇന്റഗ്രേഷനെയാണ് ഗ്ലോബലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് MNC വരുന്നത് പറയാൻ കാരണം, MNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങളിൽ ബ്രാഞ്ച് വെച്ച് വർക്ക് ചെയ്യുന്ന കമ്പനികളെയാണ് MNC എന്ന് പറയുന്നത്. സോ ഗ്ലോബലൈസേഷന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആണ് ആക്ച്വലി മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് ഓർ MNCs. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. Okay, then what are the moral principles that have to be followed by MNCs? ഒരു MNC ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് പണി തുടങ്ങുമ്പോൾ, അവരുടെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അവർക്കുള്ള മോറൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട്, അതെന്തൊക്കെയാണ്? സോ MNC ഷുഡ് റെസ്പെക്ട് ദ ബേസിക് ഹ്യൂമൻ റൈറ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഹോസ്റ്റ് കൺട്രി. അമേരിക്കയിലെ ഒരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഒരു ബ്രാഞ്ച് ഇടുമ്പോൾ അവർ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടത് അവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യയിലുള്ള മനുഷ്യന്മാർക്കുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ അവർ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ ഹോസ്റ്റ് കൺട്രിയുടെ ഹ്യൂമൻ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യണം. അതായത് ഇവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ ഒന്നും വയലേറ്റ് ചെയ്യാതെ ആയിരിക്കണം അവർ പണിയെടുക്കേണ്ടത്, അല്ലെ അവരുടെ കമ്പനി റൺ ചെയ്യിക്കേണ്ടത്. The activities of MNC should give economical and transfer technical benefits and implement welfare measures of the workers of the host countries. ഇപ്പോൾ ഒരു MNC അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരവിടെ ഇന്ത്യക്കാർക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് അവരെ ടെക്നിക്കലി ബെനിഫിറ്റ് ആയിരിക്കണം, എക്കണോമിക്കലി അവർക്ക് ബെനിഫിറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ഹോം കൺട്രീസിലെ വർക്കേഴ്സിനെ നല്ല രീതിയിൽ പരിഗണിക്കുകയും ചെയ്യണം. Then the multinationals must respect the laws and political setup besides cultures and promote the cultures of the host countries. ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അമേരിക്കൻ കമ്പനി റൺ ചെയ്യുമ്പോൾ ഇവിടെയുള്ള നിയമങ്ങളെയും ഇവിടെയുള്ള പൊളിറ്റിക്കൽ സെറ്റപ്പുകളെ പറ്റിയും ഇവിടെയുള്ള കൾച്ചേഴ്സിനെ പറ്റിയൊക്കെ അവർ നല്ല രീതിയിൽ റെസ്പെക്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് പറ്റണം. Then the multinational organization should provide a fair remuneration to the employees of the host countries. ഇപ്പോൾ ഇന്ത്യയിൽ അമേരിക്കൻ കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ഇന്ത്യയിൽ അവർ സെലക്ട് ചെയ്ത വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ ലേബേഴ്സ്, അവർക്ക് ന്യായമായ ശമ്പളവും കാര്യങ്ങളും കൊടുക്കണം. If the remuneration is high as that of home country, this may create tension, and if it is too low, it will lead to exploitation. ഇപ്പോൾ ഇവരുടെ ഹോം കൺട്രി അമേരിക്കയിലുള്ള അവിടെ കൊടുക്കുന്ന ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയെക്കാളും കൂടുതൽ സാലറി ഇന്ത്യയിലെ പണിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായി മാറും. ഇനിയല്ല, അമേരിക്കയിൽ കൊടുക്കുന്ന സാലറിയെക്കാളും വളരെ തുച്ഛമായ സാലറിയാണ് ഇന്ത്യയിലുള്ള പണിക്കാർക്ക് കൊടുക്കുന്നെങ്കിലും അവിടെയും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫെയർ റെമ്യൂണറേഷൻ ഈ ഹോസ്റ്റ് കൺട്രിയിലുള്ളവർക്ക് കൊടുക്കണം. Then multinational institutions should provide necessary safety for the workers when they are engaged in hazardous activities, and informed consent should be obtained from them. Then the adequate compensation should be paid to them for the additional risks undertaken. ഒരു MNC ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസിന് അവരെ സേഫ് ആയിട്ട് അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ട് മാത്രമായിരിക്കണം അവർക്ക് വർക്ക്സ് അസൈൻ ചെയ്യേണ്ടത്. എന്തെങ്കിലും റിസ്കി എലമെന്റ്സ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോമ്പൻസേഷനും കൊടുക്കാൻ ഇങ്ങനെയുള്ള MNCs നിർബന്ധിതരാണ്. സോ ഇത്രയും മോറൽ പ്രിൻസിപ്പിൾസ് അവർ ഫോളോ ചെയ്തിരിക്കണം. ഒരു MNC വേറൊരു രാജ്യത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ളവരെ പരിഗണിക്കണം, അവിടെയുള്ളവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം, അവിടെയുള്ളവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് അവർ പെരുമാറണം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് MNC ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഹോസ്റ്റ് കൺട്രി. ഇപ്പോൾ ഒരു MNC സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹോസ്റ്റ് കൺട്രിക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ ഇവരെവിടെയാണോ പോയിട്ട് പുതിയ കമ്പനി തുടങ്ങിയത്, ഇപ്പൊ അമേരിക്കയിലുള്ള കൺട്രി ഒരു കമ്പനി ഇന്ത്യയിൽ തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യ ഇസ് ദ ഹോസ്റ്റ് കൺട്രി, അമേരിക്ക ഇസ് ദി ഹോം കൺട്രി. അപ്പോൾ അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ത്യക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന് എംപ്ലോയ്മെന്റ് ജനറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഒരു കമ്പനി അവർ തുടങ്ങുന്നതിനെ കൊണ്ട് ഇന്ത്യക്കാർക്ക് കുറെ ജോലി കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് എ ബെറ്റർ അഡ്വാൻറ്റേജ്. സോ ദെൻ ഓട്ടോമാറ്റിക് ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. അമേരിക്ക ഇന്ത്യയും തമ്മിൽ ഇതേപോലെ ഒരു ഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് എക്കണോമീസ് ഉണ്ടാവും. ദെൻ പ്രോപ്പർ യൂസ് ഓഫ് ഐഡൽ റിസോഴ്സസ്.
ഇത്രയും നാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല ഉപയോഗിക്കപ്പെടാത്ത റിസോഴ്സസും ഇങ്ങനെയുള്ള ചില കമ്പനി വരുന്നതോടുകൂടി ഉപയോഗിക്കപ്പെടും. ടെക്നിക്കൽ ഡെവലപ്മെന്റ്, അമേരിക്കയുടെ പല ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും നമുക്കും കൂടി കിട്ടും, അല്ലെ അവരുടെ ടെക്നോളജിക്കൽ മെത്തേഡ്സ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്കൊരു ടെക്നിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, മാനേജീരിയൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ദെൻ എൻഡ് ഓഫ് ലോക്കൽ മോണോപോളീസ്, അത് നമ്മൾ ഇത്രയും നാൾ ഇന്ത്യയിൽ ഒറ്റ ഒരു കമ്പനി മാത്രമായിരുന്നു റൺ ചെയ്തിരുന്നത്. ഇപ്പൊ അതേ സിമിലർ കമ്പനി, അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മോണോപോളി, ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന ഒരു മുന്നോട്ട് പോക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അതായത് ഒരുപാട് ആൾക്കാർക്ക് ജോലിയൊക്കെ കിട്ടിക്കൊണ്ട് ഒരു പുതിയ സംരംഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മോണോപോളി, ഒരു ഒറ്റയ്ക്കുള്ള ഒരു റണ്ണിങ് അവിടെ അവസാനിക്കും. ദെൻ ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൾച്ചേഴ്സിനൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് മാറും. പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ ബ്രദർഹുഡ് ആൻഡ് കൾച്ചർ, അപ്പോൾ നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബ്രദർഹുഡ് റിലേഷനും അതുപോലെ തന്നെ ഒരു കൾച്ചറൽ റിലേഷനും നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനി ഫോർ ഹോസ്റ്റ് കൺട്രി. ലിമിറ്റേഷൻസ് ഓഫ് MNC ഫ്രം വ്യൂ പോയിന്റ് ഓഫ് ഹോസ്റ്റ് കൺട്രി. ഇങ്ങനെ ഒരു കമ്പനി, അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നതിനെ കൊണ്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് ഇടുന്നതിനെ കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡേഞ്ചർ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഇപ്പോ ഇന്ത്യയിൽ ഇത്രയും നാൾ ഒരു ഓട്ടോമൊബൈൽ കമ്പനി, ഇന്ത്യക്കാരുടെ തന്നെ കമ്പനി ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയിലുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഇവിടെ വന്നിട്ട് ബ്രാഞ്ച് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കസ്റ്റമേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അമേരിക്കൻ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, ഇത്രയും നാൾ വർക്ക് ചെയ്ത ഇന്ത്യക്കാരുടെ ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് എന്തുണ്ടാവും? നല്ല രീതിയിലുള്ള ഒരു തകർച്ച ഉണ്ടാവുമല്ലോ. സോ ഡേഞ്ചർ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, നാട്ടിലുള്ള ഇതുവരെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറും. ദെൻ റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവര് കമ്പനി റൺ ചെയ്യുന്നു, ഇവിടുന്ന് നമ്മളെ കസ്റ്റമേഴ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. പക്ഷെ ആ പ്രോഫിറ്റ് എങ്ങോട്ടേക്കാ പോകുന്നത്? അമേരിക്കയിലേക്കാ പോകുന്നത്. അപ്പോൾ റീപാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭത്തെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇന്ത്യക്ക് അതിനെ കൊണ്ട് ലാഭമൊന്നുമില്ല, വലിയ രീതിയിൽ എക്കണോമിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. അത് കംപ്ലീറ്റ് ഹോം കൺട്രിക്കാ കിട്ടുക. നോ ബെനിഫിറ്റ് ടു പുവർ പീപ്പിൾ, ഏറ്റവും താഴെ തട്ടിലുള്ളവന്. ഇനിയിപ്പം MNC വന്നാലും ഇനി മോണോപോളിക് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി വന്നാലും എപ്പോഴും പുവർ പീപ്പിൾ തന്നെയായിട്ട് നിൽക്കും. അവർക്ക് വലിയ ഉപകാരമൊന്നും ഈ MNC ചെയ്യുന്നില്ല. ദെൻ ഡേഞ്ചർ ടു ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇവരെ ഇങ്ങനെ MNCs നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റുകൾ പിടിമുറുക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിക്ക് അപ്പുറത്ത് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുകയാണ്. ദെൻ ഡിസ്റിഗാർഡഡ് ഓഫ് ദി നാഷണൽ ഇൻട്രസ്റ്റ് ഓഫ് ദി ഹോസ്റ്റ് കൺട്രി. അപ്പോൾ MNCs നല്ല രീതിയിൽ ഇന്ത്യയിൽ റൺ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഒക്കെ അവിടെ അവർ പിന്നീട് തീരെ ചെവി കൊടുക്കാതെ അവസ്ഥ വരും. സോ ഡിസ്റിഗാർഡഡ് ഓഫ് ദി നാഷണൽ ഇൻട്രസ്റ്റ് ഓഫ് ദി ഹോസ്റ്റ് കൺട്രി. ദെൻ കെയർലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സ് ഒക്കെ അവർ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ദെൻ സെൽഫിഷ് പ്രൊമോഷൻ, ഹോം കൺട്രി എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളാണ് അവർ ചെയ്യുക. ഒരു ഹോസ്റ്റ് കൺട്രിക്ക് അതിലൊന്നും വലിയ ഒരു ഇൻവോൾവ്മെന്റ് സാധ്യത ഉണ്ടാവില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് MNC ഫോർ ഹോസ്റ്റ് കൺട്രി. സോ നമ്മൾ ഹോസ്റ്റ് കൺട്രിക്കുള്ള അഡ്വാൻറ്റേജും പറഞ്ഞു, ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞു. സോ ഇത്രയാണ് ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ MNCs വന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിൽ പോയിട്ട് ബ്രാഞ്ച് തുടങ്ങാൻ പറ്റുന്നതിന്റെ റീസൺ ഗ്ലോബലൈസേഷൻ പ്രാക്ടിക്കൽ ആകുന്നതുകൊണ്ടാണ്. എന്താ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് കൺട്രീസ്, അല്ലെ? എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ ആസ്പെക്ട് ഓഫ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, ദെൻ ഇൻഫർമേഷൻ ഷെയറിംഗ്, ഫോർ എക്കണോമിക്കൽ ട്രാൻസ്ഫർ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെന്റ് കൺട്രീസ് എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി MNCs വന്നിട്ടുള്ളത്. ഒരു രാജ്യത്തിന്റെ കമ്പനി വേറൊരു രാജ്യത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ അതിന്റെ ഭാഗം. നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തൊക്കെ ഇഷ്ടംപോലെ MNCs ഉണ്ട്. ഇത് അമേരിക്കൻ കമ്പനീസ് ഇഷ്ടംപോലെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ചില MNCs മറ്റു രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്. എന്താണ് MNC, എന്താണ് MNC കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, എന്താണ് MNC കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ്, എന്താണ് ഹോസ്റ്റ് കൺട്രി, എന്താണ് ഹോം കൺട്രി. ദെൻ മൂവിങ് ഓൺ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ എത്തിക്സ്. എൻവയോൺമെന്റുമായിട്ട്, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എത്തിക്കൽ റിലേറ്റഡ് എലമെന്റ്സ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് എൻവയോൺമെന്റൽ എത്തിക്സ്, എന്താണ് ഇതിനെ കൊണ്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഈ ഒരു എത്തിക്കൽ പ്രോബ്ലംസ് എന്താണ്, ഇതിനെ എങ്ങനെ നമുക്ക് ദൂരീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതിന്റെ റിസൾട്ട് ആയിട്ടാണ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ എക്കണോമി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ എത്തിക്സ്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ.
ഇപ്പോൾ എൻവയോൺമെന്റൽ എത്തിക്സ് എന്താണ്, ഇതേപോലെ ബിസിനസ് എത്തിക്സ്, ഒരു ബിസിനസ് തുടങ്ങുന്ന ആള് എന്തൊക്കെ എത്തിക്കൽ റിലേറ്റഡ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് എത്തിക്സ്, അത് നമ്മളൊരു കുറച്ചുകൂടി ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇന്നിപ്പോ ഇത്രയും മതി. ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ ആൻഡ് വാട്ട് ഈസ് MNC, ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ്. Then what are the advantages of MNCs towards host country? Then what are the limitations of MNCs towards the host country? What is host country and what is home country? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.